ഹായ് ഹലോ. ഇന്നൊരു തേങ്ങാപ്പത്തിരിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം എടുത്തു. അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് നല്ല ജീരകവും. അതിന് നല്ല ജീരകത്തിന് പകരം കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് നല്ല ജീരകമായിരുന്നു, അതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വെള്ളം നല്ലതായിട്ട് പത്തിരിക്കൊക്കെ തിളക്കുന്ന പോലെ തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദയും 1/2 കപ്പ് റവ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഞാൻ പൊടി അളന്നെടുത്തത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് റവയും കറക്റ്റ് അളവാണ്. എന്നിട്ട് വെള്ളത്തിൻ്റെ അളവ് ഓരോ പൊടിക്കനുസരിച്ച് മാറ്റമുണ്ടാവുമേ. എനിക്ക് പൊടിൻ്റെ അതേ കറക്റ്റ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. എനിക്കത് കറക്റ്റ് ഭാഗമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വാട്ടിയെടുക്കുക. പിന്നെ അത് അപ്പോൾ തന്നെ ആ ചൂടോടെ തന്നെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടിട്ട് ചൂടാറാനൊന്നും നിൽക്കണ്ട. നല്ല ചൂടൊന്ന് പോയിക്കോട്ടെ, ജസ്റ്റ് ആവി പോയതിന് ശേഷം അപ്പം തന്നെ കൈ കൊണ്ട് പത്തിരിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പത്തിരിക്ക് നമ്മൾ നല്ല ഹെവി ആയിട്ട് കുഴച്ചെടുക്കണമല്ലോ, അത്രയൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് കുഴയൊന്നായി കിട്ടിയാൽ മതി. എന്താ പറയുക, ഒരു മാവിൻ്റെ രൂപത്തിൽ കുഴച്ച് ചപ്പാത്തി കുഴക്കില്ലേ, അത്രയായി കിട്ടിയാൽ മതി. അല്ലാതെ നല്ല സോഫ്റ്റ് ആവണമെന്നൊന്നുമില്ല. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്ത് വീഡിയോ കാണുന്ന പോലെ ഈ രൂപത്തിലൊന്ന് ആക്കിയെടുക്കുക. നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, താഴോട്ട് പോകുന്നേ ഉള്ളൂ. നന്നായിട്ട് നല്ല സോഫ്റ്റായി പോകണമെന്നൊന്നുമില്ല. ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈസിയാണ്. ഇനി അത് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഓരോ ബോൾസായിട്ട് മാറ്റുക. വലിയ വലിയ ബോൾസ് ആക്കിയാൽ മതി, പത്തിരിൻ്റെ പോലെ ചെറിയ ബോളല്ല. അത് ഈക്വൽ പാർട്സായിട്ട് ഒരു 4 5 ഒക്കെ ഉണ്ടാവുള്ളൂ ഈ അളവിലെടുക്കുമ്പോൾ. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് നമ്മൾ പത്തിരിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. ഇവിടെ ഞാൻ പരത്താൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം. മൈദയാകുമ്പോൾ പരത്താൻ ഒന്നും കൂടി എളുപ്പമാണെന്ന് മാത്രം. നല്ല മിനുസമുള്ള പൊടിയല്ലേ. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം മൈദ ഇട്ടിട്ട് പരത്തിയെടുക്കുക. നമ്മൾ പത്തിരിക്ക് പരത്തിയ പോലെ പറ്റി തിന്നായിട്ടല്ല പരത്തുക, അതിനേക്കാളും ജസ്റ്റ് ഒരു 2 പത്തിരി വെച്ചാൽ എത്രയാണോ കട്ടി ഉണ്ടാവുക ആ കട്ടിക്കാണ് പരത്തേണ്ടത്. നിങ്ങൾക്ക് അതിലേറെ കട്ടി ആവശ്യമുണ്ടെങ്കിൽ അതിലേറെ കട്ടി എടുക്കാം കേട്ടോ. ചിലർ നല്ല കട്ടിക്കാണ് പരത്തുക. ഏകദേശം ഒരു എന്താ പറയുക, ബിസ്ക്കറ്റിൻ്റെയൊക്കെ അത്ര കട്ടിയിൽ പരത്തി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് പൊതുവേ കട്ടിയില്ലാത്തതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ആക്കൽ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ടിയില്ലാതെ കുറച്ച് അല്പം കട്ടിയോടുകൂടെ പരത്തിയെടുക്കുക. എന്നിട്ടൊരു ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ കുപ്പീൻ്റെ അടപ്പൊക്കെ ഉണ്ടാവില്ലേ, റൗണ്ട് ഷേപ്പ് കിട്ടണമെന്നേ ഉള്ളൂ. അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ആകൃതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. അതങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് നമ്മൾ പൊന്തിച്ച് കൊടുത്താൽ തന്നെ ഈസി ആയിട്ട് പോരും. ഉണ്ടാവും ഇതുപോലെ പോന്ന് കിട്ടും. ഈ ഒരു കട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ടുള്ളത് എടുക്കാം. പക്ഷെ നല്ല കട്ടി കുറഞ്ഞു പോയാൽ പൊള്ളച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടെ ഇതേപോലെ പരത്തിയെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് മാറ്റിയിട്ട് ഒക്കെ നമുക്കൊന്ന് വേറെടുത്തിട്ട് വെക്കാം. പിന്നെ ഇത് പൊടിയിൽ മുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതേപോലെ അങ്ങനെ ഒക്കെ മാറ്റിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് നല്ല ഹൈ ഫ്ലെയിം തന്നെ കേട്ടോ. ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ എന്നാൽ ജസ്റ്റ് ഒന്ന് പൊള്ളച്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നല്ല ചൂട് ഓവറാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഭൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പൊള്ളച്ച് വരും. ഒരു കുറച്ച് എണ്ണയായിട്ടാണെങ്കിൽ നമ്മൾ ഇതിനേക്കാളും പൊള്ളച്ച് വരും കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി കൂടുതൽ ഇട്ടുകൊണ്ടാണ് അല്പം
എന്താ വീർത്ത് വരുന്നത് കുറവായത്. എന്നിട്ട് ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഈ ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഇത്ര ബ്രൗൺ ആവേണ്ട, ഒരു യെല്ലോ കളറൊക്കെ മതി. അങ്ങനെ ഇഷ്ടമുള്ള നേർക്ക് അപ്പോൾ തന്നെ കോരിയെടുക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണെന്നുള്ളൂ. ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ എണ്ണ കുറച്ച് തോനെടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി അളവിൽ നമുക്ക് സാധനം ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ചൂടോടെ എന്താ പറയുക, തേങ്ങ അരച്ച ചിക്കൻ കറിയോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ.